യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും മറ്റേത് രാജ്യങ്ങളാണെങ്കിലും ശരി, എല്ലായിടത്തും പള്ളി പ്രശ്നമാകുന്നു. ശരിക്കു പറഞ്ഞാൽ പള്ളിയാണോ പ്രശ്നം, പള്ളിക്കു വേണ്ടി വാളെടുക്കുന്നവരാണോ പ്രശ്നം? നമ്മള് ഗൗരവമായി ചിന്തിക്കേണ്ടുന്ന വസ്തുതയാണ്. അനൂപ് രാജേന്ദ്രൻ വെറുതെ വന്ന് പെട്ടതാണെങ്കിൽ പൊയ്ക്കോ, ഇറങ്ങിപ്പോകാൻ എന്തേ വഴി അറിയില്ലേ? വന്ന വഴി തന്നെയാണ് പോകുന്നത്, ഇറങ്ങിപ്പോയിക്കോ. ആരും ഇങ്ങോട്ട് ആട്ടി തന്ന് വിളിച്ചതൊന്നും അല്ലല്ലോ. ഇറങ്ങിപ്പോടാ, നിനക്ക് പറ്റില്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധിച്ചോ, ഇങ്ങോട്ട് കത്തിട്ട് ക്ഷണിച്ചോ? ഇറങ്ങിപ്പോയിക്കോ. കേൾക്കാൻ താല്പര്യമുള്ളവര് മാത്രം നിന്നാ മതി. എല്ലാവരും കേട്ടോണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് തോന്നും ഇത് അഹങ്കാരമാണെന്ന്, അങ്ങനെ വിചാരിച്ചാലും കുഴപ്പമില്ല. ഈ വിഷയത്തില് ഒരല്പ അഹങ്കാരം നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ജർമ്മനി അഭയാർത്ഥികളെ എമ്പാടും വലിച്ചു കയറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? ജോലി കൊടുത്തു, പൗരത്വം കൊടുത്തു, അഭയം കൊടുത്തു. അവർക്ക് എന്താണ് വേണ്ടത്? തിന്നാനും കുടിക്കാനും ഉടുക്കാനും കിടക്കാനും ഉള്ളത് കൊടുത്തു. ജർമ്മനിയിൽ നിന്നു പോയാൽ അവർക്ക് ഭാഷ പഠിക്കണ്ടേ? ജർമ്മൻ ഭാഷ പഠിപ്പിക്കാൻ ഫ്രീ ആയിട്ടുള്ള കോച്ചിങ് സെന്ററുകൾ അനുവദിച്ചു കൊടുത്തു. അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ. ഇനി ജോലി ഇല്ലാത്തവർക്ക് 400 യൂറോ പെർ ഹെഡ് പെർ മന്ത് കൊടുത്തു. ഇതെല്ലാം നൽകിയിട്ട് ഒടുവില് അവർക്ക് അവിടെ മോസ്കുകൾ വേണം, മദ്രസകൾ വേണം, ഇസ്ലാമിക് സ്റ്റഡി സെന്ററുകൾ വേണം, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികൾ വേണം. പിന്നീട് ഒടുവില് അവർക്ക് പിന്നീട് അവിടെ മുസ്ലിങ്ങൾ മാത്രമായാൽ എന്താ കുഴപ്പം എന്ന രൂപത്തിലേക്ക് വരെ അവര് ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങി. അങ്ങനെ വന്നപ്പോ ഇസ്ലാമിക് സ്റ്റഡി സെന്ററുകൾ അടച്ചു പൂട്ടാൻ ജർമ്മനി നിർബന്ധിതരായി. എന്താ പറഞ്ഞു വരുന്നത് എന്നറിയാമോ? നിർമ്മല കോളേജിന്റെ അവസ്ഥയാ പറഞ്ഞു വരുന്നത്. ഈ കേരളത്തിന്റെ ഇസ്ലാമിക ഭീകരതയുടെ നേർക്കാഴ്ചകളാണ് പറഞ്ഞു വരുന്നത്. പാകിസ്ഥാൻ വിഭജിച്ച് പോയതിനു ശേഷമുള്ള ഇന്ത്യയുടെ അവസ്ഥയെ കുറിച്ചിട്ടാണ് സംസാരിച്ചു വരുന്നത്. മുസ്ലിം ഭീകരവാദ സംഘടനകളായ ഇസ്ലാമിക് സെന്ററുകൾ ഹാംബർഗിനും അതുപോലെ അനുബന്ധ സംഘടനകൾക്കും ജർമ്മനി നിരോധനം ഏർപ്പെടുത്തിയത് എന്തിനാണെന്ന് അറിയാമോ? ഇവരെ കൊണ്ട് പൊറുതി മുട്ടിയിട്ടാണ്. ഭീകരത പ്രചരിപ്പിക്കുന്ന ജർമ്മനി എന്ന രാജ്യത്തെ പോലും സാരമായി ബാധിക്കുന്ന, അവരുടെ ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുന്ന, അവരുടെ രാജ്യത്തിന്റെ ഭരണഘടനാ സ്വാതന്ത്ര്യം അനുസരിച്ച് ജർമ്മൻ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഒരുക്കുന്ന ഭീകര സംഘടനകളായ ഹിസ്ബുള്ള, അതുപോലെ ഇറാൻ പിന്തുണയ്ക്കുന്ന സംഘടനയാണിത്. അവരുടെ ഇസ്ലാമിക് സെന്റർ സജീവമായി ജർമ്മനിയിൽ പ്രവർത്തിക്കുന്നു. ജർമ്മനി അവരെ ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ലെന്ന് പറയുന്നത് പോലെ വേരോടെ പറിച്ചെടുത്ത് വന്നിടത്ത് നട്ടുവെച്ചു. ഈ നിരോധനത്തിന്റെ ഭാഗമായി ജർമ്മനിയിലെ ഇവര് നടത്തുന്ന സകലമാന പള്ളികളും അടച്ചുപൂട്ടി. മുയലിനെ പിടിച്ചെടുക്കില്ലേ നമ്മൾ 2 ചെവിയിലായി പിടിച്ച്? പൂച്ചയെ എടുക്കില്ലേ? അത്ര ലാഘവത്തോടുകൂടി ഈ ജർമ്മനി ഇവരെയൊക്കെ പറിച്ച് പുറത്തിട്ടു. ഇനി ജർമ്മനിക്ക് കടക്കാനുള്ള കടമ്പ ഈ സംഘടനയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണം. ഈ നടപടികളും ജർമ്മനി ആരംഭിച്ചു കഴിഞ്ഞു 2 ദിവസത്തിനു മുമ്പ്. ജർമ്മനിയിലെ പ്രശസ്തമായ ഒരു ഇമാം അലി മസ്ജിദ്, ബ്ലൂ മോസ്ക് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ മതതീവ്രവാദികൾ ഒരുമിച്ച് കൂടുന്നത്. അവിടെയാണ് തീവ്രവാദ പ്രവർത്തനങ്ങളുടെ തുടക്കവും ട്യൂഷൻ സെന്ററും. അതങ്ങ് പൂട്ടി. ഇത് മുസ്ലിം രാഷ്ട്രമല്ല എന്ന് തെളിയിക്കാൻ
ജർമ്മനി നിർബന്ധിതരായി. ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, എല്ലാ മനുഷ്യനെയും ഒരുപോലെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗം. കഴിഞ്ഞ ദിവസം ജർമ്മനി മുഴുവനുമുള്ള ഇസ്ലാമിക് സെന്ററിന്റെ 53 വസ്തുവകകളിൽ പോലീസ് റെയ്ഡ് നടത്തി. എല്ലാം അടച്ചു പൂട്ടി. ഇവര് കുറെ നാളായി ജർമ്മൻ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയെ പോലും വെല്ലുവിളിക്കാൻ ശ്രമിച്ചപ്പോൾ ഇവരെ രഹസ്യമായി പിന്തുടരാനും ഇവരെന്താണ് ചെയ്യുന്നത്, ആരുമായിട്ടാണ് ഇവരുടെ കണക്ഷൻ, എന്താണ് ഇവർ ഈ രാജ്യത്ത് ലക്ഷ്യം വെക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ജർമ്മനി നിർബന്ധിതരായി. അങ്ങനെയാണ് ഇവരെ കുറിച്ച് പഠിക്കാൻ ഒരു സംഘത്തെ രഹസ്യമായി ജർമ്മനി നിയോഗിച്ചത്. ആ രഹസ്യാന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിലായിരുന്നു ഇവര്. ഷിയ ഭീകരവാദ സംഘടനയാണ് ഹിസ്ബുള്ള. ഇവരെ യഹൂദ വിരുദ്ധതയും ജർമ്മൻ വിരുദ്ധതയും ആ രാജ്യത്ത് ഇത്തരം മോസ്കുകളിലൂടെ പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. 1953 ഇറാൻ കുടിയേറ്റക്കാർ സ്ഥാപിച്ച ഇസ്ലാമിക് സെന്റർ അന്നു മുതൽ ജർമ്മൻ അധികാരികളുടെ നോട്ടപ്പുള്ളിയാണ്. ഇറാനെ പിന്തുണയ്ക്കുന്നവരുടെ പള്ളിയായ ഈ ബ്ലൂ മോസ്ക് അടച്ചു പൂട്ടണം എന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഒടുവിൽ അടച്ചു പൂട്ടേണ്ടി വന്നു. കാരണം ഇവരോരോ രാജ്യത്തും ചേക്കേറി തൽക്കാലം ഞങ്ങൾക്കൊന്നിവിടെ നിലനിന്ന് പോയാ മതി, ജീവൻ അപകടത്തിലാണ്. ആ ജീവൻ രക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഇവർക്ക് സ്വന്തം രാജ്യത്ത് നിന്നും പുറത്തു പോകേണ്ടി വന്നു. ഇസ്ലാമിക ഭരണം സ്ഥാപിച്ച രാജ്യങ്ങളിൽ ഇവർക്ക് നിലനിൽപ്പില്ലാതെ വന്നപ്പോ ഇവരവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ആ സമയത്ത് ഇവർക്ക് വേണ്ടത് ഇവരുടെ ജീവൻ മാത്രമാണ്. ആ ജീവൻ രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ ഇവരെ മറ്റൊന്നും ഇവർക്ക് അനിവാര്യമായി ആവശ്യമായി വന്നില്ല. ഇപ്പോ ഇവർക്ക് ജീവൻ തിരിച്ചു കിട്ടി, ഭക്ഷണം കിട്ടി, കിടക്കാൻ സ്ഥലം കിട്ടി, കുടിക്കാൻ വെള്ളം കിട്ടി, സൗജന്യമായി ഇന്റർനെറ്റ് സംവിധാനം കിട്ടി, ആ രാജ്യത്തെ ഓരോ പൗരനും കിട്ടുന്ന എല്ലാ സ്വാതന്ത്ര്യവും ഇവർക്ക് കിട്ടി. ഇതെല്ലാം ആയിക്കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ജർമ്മനിയുടെ നെഞ്ചത്തേക്ക് കുതിര കയറാൻ ഇവർ സജീവമായി രംഗത്തുണ്ട്. ജർമ്മനി അത് ഇവർക്ക് അനുവദിച്ചു കൊടുക്കുക. വേറൊരു രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നെങ്കിലും ഒരു ബോധം ഇവർക്കുണ്ടാവണ്ടേ. ആ രാജ്യം ഇവർക്കെല്ലാം നൽകി കഴിഞ്ഞപ്പോൾ ഇത്രയും പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? നിർമ്മല കോളേജില് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം മതി ഇപ്പോ ഇവർക്ക് എങ്ങനെയെങ്കിലും ഇവരുടെ മതപരമായിട്ടുള്ള ചിട്ടവട്ടങ്ങൾ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ. അത് കഴിഞ്ഞാലോ ഇനി ഇവരെന്തായിരിക്കും ആവശ്യപ്പെടുന്നത്? നമുക്കറിയാം, ഇവരോരോ രാജ്യത്തും ഈ രൂപത്തിൽ തന്നെയല്ലേ നുഴഞ്ഞു കയറിയത്. ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ ഇവരുടെ എല്ലാ തുടക്കങ്ങളും? അല്ലേ? ഇവരിങ്ങനെ തുടങ്ങി വെക്കും. പിന്നീടാണ് ഇവരുടെ ശരിയായ സ്വഭാവം പുറത്തു വരുന്നത്. ആദ്യം ഇവർക്കൊന്ന് നമസ്കരിക്കാൻ ഒരിടം കിട്ടിയാ മതി. മതത്തിന്റെ പേരിൽ ഇവരെന്തിനാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലേക്ക് ഇരച്ചു കയറുന്നത്? ഇവർക്ക് എന്തുകൊണ്ടാണ് ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ നമസ്കരിക്കണമെന്ന് പറഞ്ഞ് പ്രതിഷേധം സംഘടിപ്പിക്കാൻ സാധിക്കാതെ പോകുന്നത്? എന്തേ ക്രിസ്ത്യാനികളുടെ നെഞ്ചത്തെ ഇവർക്ക് പൊങ്കാലയിടാൻ പറ്റത്തുള്ളോ? ഇത് സംഘടിതമായ ശ്രമമാണ്. ബോധപൂർവം ഈ നാടിന്റെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നു.
മതപരമായി മുസ്ലിങ്ങൾ ഈ നാട്ടിൽ ഒരുപാട് വിവേചനം അനുഭവിക്കുന്നു എന്ന് പല രാജ്യങ്ങളുടെയും ഭരണകർത്താക്കളോട് തെളിയിക്കാൻ ഒരു ബാധ്യത ഇവർക്കുണ്ട്. എന്നാലേ ഫണ്ട് ഇങ്ങോട്ട് വരൂ. മതേതരത്വത്തിന്റെ പേരിൽ കോളേജിലേക്ക് ഇവർ കൊണ്ടുവരുന്നത് 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രമതമാണ്. ഇതിന് പിന്നിൽ ഒരുപാട് ഗൂഢലക്ഷ്യങ്ങളുണ്ട്. അതൊരിക്കലും ആരാലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കാത്ത വസ്തുതയാണ്. സംസ്ഥാനത്ത് ഒരുപാട് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളുണ്ട്. എല്ലാ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലും ഇവര് തുടർന്ന് ഇവർക്ക് നമസ്കരിക്കാൻ സൗകര്യം വേണമെന്ന് പറയും. പിന്നീട് ഇവർക്ക് ആ കോളേജില് ഇവർക്ക് ഹിജാബ് ധരിക്കണമെന്ന് പറയും. പിന്നീട് ഇവർക്ക് നിക്കാബ് ധരിക്കണമെന്ന് പറയും. പിന്നീട് മുസ്ലിം കുട്ടികൾ മാത്രം മതി എന്ന് പറയും. പിന്നീട് മുസ്ലിം പ്രിൻസിപ്പൽ വേണമെന്ന് പറയും. പിന്നീട് ഇവർക്ക് ആണിനും പെണ്ണിനും മറ വേണമെന്ന് പറയും. അതായത് പക്ക താലിബാനാക്കി കേരളക്കരയെ മാറ്റാനുള്ള സംഘടിതമായ ശ്രമത്തിന്റെ തുടക്കമാണിത് എന്ന് വ്യക്തിപരമായി ഞാൻ സംശയിക്കുന്നു. ഈ കോളേജ് ക്യാമ്പസിനകത്തേക്ക് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിലേക്ക് മതവൽക്കരണം നടത്തി അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കൊണ്ടുപോകാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇവരെന്തിനാണ് മതേതരന്മാരാണ് എന്ന് പറഞ്ഞു നടന്നിട്ട് 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രമതത്തെ മുറുകെ പിടിച്ച് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിലേക്ക് അത് ചുളുവിൽ കടത്താൻ ശ്രമിക്കുന്നത്? ഇതിന് പിന്നിൽ ഈ കുട്ടികളല്ല, വിദ്യാർത്ഥി സംഘടനകളല്ല. ഇതിന് പിന്നിൽ മതവൽക്കരണം നടത്താൻ ശ്രമിക്കുന്ന ചില കേന്ദ്രങ്ങൾ സംഘടിതമായി ഗൂഢമായി അവരുടെ ചില അജണ്ടകൾ കുട്ടികളിലൂടെ ഈ മതേതര മലയാളിക്കരയിലേക്ക് കടത്താൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം, മുസ്കാൻ ഖാൻ എന്ന പെൺകുട്ടി PU കോളേജിന്റെ ക്യാമ്പസിലേക്ക് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഹിജാബിന് വേണ്ടി സമരം ചെയ്തപ്പോൾ ആ പെൺകുട്ടി പിന്നീട് പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണെന്ന് പർദ്ദ ധരിക്കുന്നത് എന്നായിരുന്നു. ഹിജാബിന് വേണ്ടിയായിരുന്നു സമരം. അതാ പറഞ്ഞത്, ഇതിന് പിന്നിൽ ഇവരെ ഇളക്കി വിടുന്ന ഒരു സംഘം ആളുകളുണ്ട്. അവർക്കറിയാത്തത് കൊണ്ടല്ല, അവരുടെ ലക്ഷ്യവും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, സമാധാനം തകർക്കുക എന്നത് തന്നെയാണ്. കോളേജുകളില് മതപരമായ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ നടത്തുന്നത് ഉചിതമല്ല എന്നറിയാത്തവരല്ല ഇവരാരും. പക്ഷേ ക്രൈസ്തവ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ ഇസ്ലാം മത വിശ്വാസത്തിന്റെ പേരിൽ പ്രത്യേക പ്രാർത്ഥനാ മുറി തങ്ങൾക്ക് വേണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്ന ഈ വിദ്യാർത്ഥി സംഘടനകൾ, ഈ വിദ്യാർത്ഥിനികൾ, സമരത്തിനു വേണ്ടി കൈ ഉയർത്തി മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച ഈ വിദ്യാർത്ഥിനികൾ ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിക്ക് മുമ്പിൽ നിന്നിട്ട് സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ ഈ പള്ളിയിൽ എന്തുകൊണ്ട് പുരുഷന്മാരുടെ കൂടെ സൗകര്യം ചെയ്യുന്നില്ല? മുസ്ലിം സ്ത്രീകൾ പള്ളിയിലേ പ്രവേശിക്കരുത് എന്ന് പറയുന്ന ഇസ്ലാമിക നിയമത്തിനെതിരെ സംസാരിക്കാൻ ഇവർക്ക് പറ്റുമോ? അത് മതമാണ്. അവിടെ താടിയുള്ള അപ്പൂപ്പന്മാരുണ്ട്, അതുകൊണ്ട് ഇവർക്ക് പേടിയുമുണ്ട്. ക്രിസ്ത്യാനികളുടെ നെഞ്ചത്താകുമ്പോൾ അവര് ചാഞ്ഞ മരമാണ്, ചാടി കയറാം, കുഴപ്പമില്ല. എന്തായിരുന്നാലും ഈ വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള വിവാദങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ ഭിന്നത സൃഷ്ടിക്കും എന്ന ആശങ്കയാണ് കേരളം മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടന്നതും ഇത്തരത്തിൽ ഒന്ന് തന്നെയാണ്. കോളേജില് നമസ്കാര മുറി വേണം എന്നാവശ്യപ്പെട്ട് ചില വിദ്യാർത്ഥികൾ രംഗത്ത് വന്നു. പക്ഷേ കോളേജിന് സമീപത്തുള്ള പള്ളികളിൽ പോയി നമസ്കരിക്കാൻ സൗകര്യമുണ്ടെന്നും അതിന് നിങ്ങൾക്ക് ഇളവ് നൽകിയിട്ടുണ്ടെന്നും അറിയിച്ച പ്രിൻസിപ്പലിനെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മണിക്കൂറുകളോളം തടഞ്ഞു വെക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ മാറിയത്. ഈ സാഹചര്യം ആശങ്കയുണർത്തുന്നത് തന്നെയാണ്. ഇന്നിവര് നമസ്കരിക്കാൻ സ്പേസ് വേണമെന്ന് പറഞ്ഞു, നാളെ ഇവര് ഈ കോളേജ് തന്നെ ഞങ്ങൾക്ക് വേണമെന്ന് പറയും.
കേരളത്തിൽ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളിയില്, ഈരാറ്റുപേട്ടയിലൊക്കെ ഇതുപോലെയുള്ള സമാനമായ ധാരാളം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് നമുക്കറിവുണ്ട്. ഒരു കോളേജിലെ കുട്ടികൾ മൈം കളിച്ചു. ആ സമയത്ത് ഒരു കുട്ടി പർദ്ദയിട്ടു പോയി. ഇവിടെ ഹൈന്ദവ മതത്തെയും ക്രൈസ്തവ മതത്തെയും അപമാനിച്ചുകൊണ്ട് അവരുടെ ഒരുപാട് കൃത്യങ്ങൾ, അവരുടെ അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങളെയൊക്കെ അപമാനിച്ച് എത്രയെത്ര സിനിമകൾ പിറക്കുന്നുണ്ട്. അവരാരും സിനിമയെ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നില്ല. പക്ഷെ ഒരു മുസ്ലിം പുരോഹിതന്റെ വേഷത്തിൽ വന്ന് നോക്കട്ടെ, ഇവര് വിവരം അറിയും. മുസ്ലിം വികാരം പെട്ടെന്ന് വ്രണപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് ആ വികാരത്തിന്റെ മേലെ ആരും ഒന്നും ചെയ്യില്ല. ആകെ ഞമ്മന്റെ ആളുകൾക്ക് അറിയുന്നത് ഒറ്റ വികാരമേ ഉള്ളൂ, അത് ലൈംഗിക വികാരമാണ്. അതുകൊണ്ട് എല്ലാ വൈകാരികതകളെയും അവർ ലൈംഗികതയുമായിട്ടാണ് കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത്. ഇതുപോലെ പല കോളേജുകളിലും ഞങ്ങൾക്ക് നമസ്കരിക്കണം എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളില്ലേ, എമ്പാടുമില്ലേ. ചെറിയ ചെറിയ ചില വിഷയങ്ങളുടെ പേരില് തർക്കമുണ്ടാക്കും. ആദ്യം അതില് പുറത്തു നിന്നുള്ള ആളുകൾ കടന്നു കയറും, അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള സങ്കുചിതമായ മനോഭാവമുള്ള ചില ആളുകളുടെ നിഗൂഢമായ ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ എതിർക്കുന്ന ആളുകളെ ഞങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്താൻ ശ്രമിച്ചു. ഒന്ന്, മതത്തിന് മേലെയുള്ള കടന്നു കയറ്റം. രണ്ട്, ഞങ്ങളുടെ മതനിയമങ്ങൾ അനുസരിക്കാനും ഞങ്ങളെ അത് അനുധാവനം ചെയ്യാനും സമ്മതിക്കാതെ ഞങ്ങളുടെ മതനിയമത്തിന് കൂച്ചുവിലങ്ങിടാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ ആയിരിക്കും പിന്നീട് വരുന്ന ആരോപണങ്ങൾ. സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരം വിഷയങ്ങൾ ഇവരങ്ങ് ഇളക്കിവിടും. ഇത് ഒളിഞ്ഞും തെളിഞ്ഞും ഈ രൂപത്തിൽ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ ധാരാളമായി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ ഗൗരവമായി കാണേണ്ടുന്ന ഒന്നായി കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇതിന്റെ ദൂരവ്യാപകമായ ഭീഷണി മനസ്സിലാക്കാതെ നമ്മുടെ നാട്ടിലെ സെക്യുലർ പാർട്ടിക്കാർ, അത്തരം സംഘടനകൾ, അവരുടെ വിദ്യാർത്ഥി യൂണിയനുകൾ, സംഘടനകൾ, ഇവർക്ക് നിർലോഭമായ പിന്തുണകൾ പ്രഖ്യാപിക്കുന്നതിന് പിന്നിൽ അവരുടെയും ലക്ഷ്യം മതപ്രീണനമാണ്. 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി മതമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന സംഘടനകൾ പോലും മുന്നോട്ട് വരുമ്പോൾ ഇതിന് പിന്നിലുള്ള ഇവരുടെ ലക്ഷ്യം എന്താണ് എന്ന് പകൽ പോലെ വ്യക്തമാണ്. മതേതര മൂല്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഒരു മതത്തിനു മാത്രം പ്രത്യേകമായ ആനുകൂല്യങ്ങളും അനുമതികളും പ്രത്യേകമായ സംവരണങ്ങളും വാങ്ങിയെടുക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നു എന്ന ആരോപണങ്ങൾ മുമ്പും ഒളിഞ്ഞും തെളിഞ്ഞും ഉയർന്നിട്ടുണ്ട് ഈ കേരളക്കരയിൽ. ഇതിനോട് ചേർത്ത് വെക്കേണ്ടുന്ന ഒരു സമാനമായ സംഭവമായി മാറുകയാണ് നിർമ്മല കോളേജിൽ നടന്ന ഘെരാവോ സംഭവം. ഇത് നമുക്ക് പേടിപ്പിക്കുന്നതിന് വേണ്ടിയല്ല പറയുന്നത്. ഈ കേരളം ഏത് രൂപത്തിലാണ് ആധപ്പതിച്ചിരിക്കുന്നത് എന്നതിന്റെ നേർചിത്രമാണിപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കോളേജിന് റീത്ത് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായത്? ആരാണ് ഇവരെ പിന്നിൽ നിന്ന് തള്ളിവിടുന്നത്? പള്ളിയല്ല പണിയണം, പള്ളിക്കൂടമായിരം. അങ്ങനെ പറഞ്ഞ ആളുകൾ ഇന്ന് പറയാണ്, പള്ളിക്കുടമല്ല പണിയേണ്ടത്, പള്ളിക്കുടത്തിലായിരം പള്ളികൾ പണിയണം. ഓരോ പള്ളിക്കുടത്തിലും ആയിരക്കണക്കിന് പള്ളികളാണ് പണിയേണ്ടത് എന്ന മുദ്രാവാക്യമാണ് നിർമ്മല കോളേജ് പ്രിൻസിപ്പളിനെ ഘെരാവോ ചെയ്ത സംഭവത്തിൽ, അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് റീത്ത് സമർപ്പിച്ച വിഷയത്തിൽ നമുക്ക് സംസാരിക്കാനുള്ളത്, എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. ആലോചിക്കണം.
ഏതെങ്കിലും ഒരു പള്ളി മഹല്ല് സെക്രട്ടറിയുടെ വീട്ടിന് മുന്നിൽ ഒരു സിന്ദൂക്ക് വയ്ക്കാൻ, ഒരു ശവപ്പെട്ടി വയ്ക്കാൻ, ഒരു റീത്ത് വയ്ക്കാൻ, പോട്ടെ ഒരു പ്രതിഷേധമെങ്കിലും അറിയിക്കാൻ ഇവർക്ക് പറ്റുമോ? എന്തേ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിവാഹത്തിൽ പ്രാതിനിധ്യമില്ലാത്തത്? എന്തേ മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്തത്? എന്റെ വാപ്പ മരിച്ചാൽ, എന്റെ സഹോദരൻ മരിച്ചാൽ, എന്റെ ഭർത്താവ് മരിച്ചാൽ എന്തേ എനിക്ക് പള്ളിക്കകത്ത് കയറാൻ പറ്റാത്തത്? അവരുടെ ഖബറുകൾ എനിക്കൊന്ന് സന്ദർശിക്കാൻ സാധിക്കാത്തത് എന്തേ? അതെന്റെ അവകാശമാണ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും അപ്പിക്കുപ്പായക്കാരികൾ, ഏതെങ്കിലും സഞ്ചരിക്കുന്ന അപ്പിക്കുപ്പായ ശ്മശാനക്കാർ അതിന് തയ്യാറാകുമോ? ഇല്ല. ഇവരെന്താ ചോദിക്കുന്നതെന്ന് അറിയാമോ? നമസ്കരിക്കാൻ സ്ഥലം ചോദിക്കുന്നത് അത്ര വലിയ തെറ്റാ? വീട്ടില് നമസ്കരിക്കുന്ന പോലും ഉണ്ടാകത്തില്ല ഇവര്. മനസ്സിലായ? അതാ പറഞ്ഞത്, ബാംഗ്ലൂരില് ആ PU കോളേജിൽ സമരം ചെയ്ത മുസ്കാൻ ഖാൻ എന്ന പെൺകുട്ടി അന്ന് ആദ്യമായിട്ടാ പർദ്ദ ധരിക്കുന്നത്. ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ ഹിജാബ് ഒന്നും ധരിക്കുന്ന ആളല്ല, ഞാൻ മോഡേൺ ആയിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയാ. അതോടുകൂടി അതിന്റെ വിദ്യാഭ്യാസം തന്നെ നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അൽ-ഖ്വയ്ദയുടെ നേതാവല്ലേ നേരിട്ട് വിളിച്ച് സ്പോൺസർ ചെയ്തത്. എത്ര വരെ പഠിക്കണോ അത്രയും പഠിച്ചു, ഞങ്ങൾ സ്പോൺസർ ചെയ്യാം. ലോകം ഭയക്കുന്ന തീവ്രവാദ സംഘടനയുമായി ഇവർക്ക് എന്താണ് ബന്ധമെന്ന് സ്വാഭാവിക ചോദ്യമല്ലേ ഇന്ത്യ ചോദിച്ചത്? അതാ പറഞ്ഞത്, ഇവരിപ്പോ നമസ്കരിക്കാൻ ഒരല്പം സ്ഥലം ചോദിച്ചു, അതിനെന്താ പ്രശ്നമെന്ന് ചോദിക്കും. ഒട്ടകത്തിന് ഇരിക്കാൻ സീറ്റ് കൊടുത്തതുപോലെയാണ് ഇവരുടെ അവസ്ഥ. ഈ സമരത്തില് ഒരുപാട് ഗൗരവമേറിയ വിഷയങ്ങളുണ്ട്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പഠിപ്പിച്ച ഒരു പാർട്ടി, ആ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ SFI ഇപ്പോ നമസ്കരിക്കാൻ കുട്ടികൾക്ക് സ്ഥലം കൊടുക്കണമെന്ന് പെൺകുട്ടികൾക്ക് കോളേജിനകത്ത്. അതാ ഞാൻ പറഞ്ഞത്, പള്ളിയല്ല പണിയണം പള്ളിക്കൂടം 1000. എവിടെയാ മുദ്രാവാക്യം? ഇപ്പോ പള്ളിക്കൂടത്തിനകത്ത് 1000 പള്ളികൾ പണിയാൻ വേണ്ടി കല്ലും മണ്ണുമായിട്ട് കോൺക്രീറ്റുകാർ ഇറങ്ങിയേക്കുക. ഈ നാടിന്റെ അവസ്ഥ എവിടെ ചെന്ന് നിൽക്കുന്നെന്ന് നോക്കിക്കേ. മതം വേണ്ട മനുഷ്യനെ, വർഗീയത തുലയട്ടെ എന്ന് ക്യാമ്പസിന്റെ മതിലില് ചുമരിലെഴുതിയതിന്റെ പേരിലാണ് അഭിമന്യുവിന്റെ നെഞ്ചിലേക്ക് കഠാര കുത്തിക്കയറ്റിയത് ഇവര്. ആരാണ്? വർഗീയ പാർട്ടിയായ പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ട്. അവരുടെ പേരുകൾ പറയാനെങ്കിലും നമ്മുടെ നാട്ടിലെ അഭിമന്യുവിന്റെ പാർട്ടിക്കാർ ധൈര്യം കാണിച്ചോ? ചാനലുകളിൽ വന്നിരുന്നിട്ട് മുക്കിയും മൂളിയും ഓരോന്ന് ഉരുവിടുന്നത് കണ്ടവരല്ലേ നമ്മൾ. അപ്പോൾ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. ഈ ആശയം ആർക്കു വേണ്ടിയാണ്? മുസ്ലിങ്ങൾക്കല്ല കേട്ടോ. മുസ്ലിങ്ങൾക്ക് 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമം വരെ പാലിക്കാൻ ഈ നാട്ടിൽ സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ എന്നാ ഇവരിപ്പോ പറയുന്നത്. ഈ വിഷയത്തില് കേരളത്തിലെ കോളേജ് മാനേജ്മെന്റുകളുടെ ഒരു സംയുക്തമായ യോഗം ചേർന്ന് എല്ലാ കോളേജുകളിലും ഹിന്ദുക്കൾക്ക് അവരുടേതായിട്ടുള്ള ആരാധനകൾ നിർവഹിക്കാൻ, മുസ്ലിങ്ങൾക്ക് അവരുടെ, ക്രിസ്ത്യൻ പ്രാർത്ഥന ഇടങ്ങള്, ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഈ പാർട്ടിക്ക് ചർച്ച ചെയ്തൂടെ? അപ്പൊ മതം വേണ്ട മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞതൊക്കെ ഏതാണ്ടൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും. എല്ലാ മതവിഭാഗവും ഈ കേരളക്കരയിൽ, ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഒന്നുപോലെയല്ലേ? ഒരു മതത്തിന് മാത്രം എന്തേ ആ മതത്തിന്റെ വിഷയം വരുമ്പോൾ നിങ്ങൾക്ക് മുട്ടിടിക്കുന്നത്? നിങ്ങൾ കാലുവഴി മൂത്രമൊഴിച്ചു പോകുന്നത് എന്താണ്? അഭിപ്രായം പറയാൻ ഭയന്നിട്ട്. ആ രൂപത്തിൽ മാനേജ്മെന്റുകൾ ചർച്ച ചെയ്യട്ടെ. ആ ചർച്ചയ്ക്ക് നിങ്ങൾ തന്നെ സാക്ഷ്യം വഹിക്കണം. കാരണം മതം വേണ്ടെന്ന് പറഞ്ഞവരാണല്ലോ. മതമില്ലാത്ത ആളുകൾക്ക് ചാർജ്, അവർക്ക് അവരുടെ ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അതിനും ഒരു സ്ഥലം കണ്ടെത്തണം. ഓരോ മതവിഭാഗത്തിനും പ്രാർത്ഥിക്കാനായി ഓരോ ഇടങ്ങൾ, മതമില്ലാത്തവർക്ക് ബാലമംഗളം വായിക്കാൻ വേണ്ടിയിട്ട് അതിനും ഒരു മുറി കണ്ടെത്തട്ടെ. അങ്ങനെയല്ലേ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് തെളിയിക്കേണ്ടത്. ക്രമേണ ഈ 3 മുറികളിൽ നിന്നും കുട്ടികൾ 4ാമത്തെ മുറിയിലേക്ക് എത്തും. എന്തിനാണെന്ന് അറിയാമോ? ശാസ്ത്രവും യുക്തിചിന്തയും പഠിക്കാൻ. നിർമ്മല കോളേജിലും
ഫറൂഖ് കോളേജിലും NSS കോളേജുകളിലും ഒക്കെ എല്ലാ കോളേജുകളും അവരവരുടേതായ രൂപത്തിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഓരോ റൂം തുറക്കാൻ SFIക്കാര് തന്നെ മുന്നിട്ട് വരട്ടെ. അതല്ലേ അതിന്റെ ഒരു ഇത്. അതിന്റെ നടപ്പ് വശം നോക്കുമ്പോൾ, കിടപ്പ് വശം നോക്കുമ്പോൾ അതാണ് നല്ലത്. ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് ഒരു നിയമം, അവരുടെ എല്ലാ മത അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും അംഗീകരിച്ചു കൊടുക്കാൻ മറ്റെല്ലാ മതവിഭാഗങ്ങളും ജാഗ്രതയോടെ ഇരിക്കണം. MES കോളേജിന്റെ MES കോളേജ് ഫസൽ ഗഫൂർ, എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അവർക്ക്? 100 കണക്കിന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അവർക്ക്. അദ്ദേഹം ഇവിടെ നിക്കാബ് വേണമെന്ന് പറഞ്ഞ്, മുഖം മറയ്ക്കുന്ന സാമാനം വേണമെന്ന് പറഞ്ഞ് ഇവിടെ സമരം ചെയ്തപ്പോ അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞല്ലോ. നമുക്ക് ഇവരുമായിട്ട് എല്ലാ ആശയങ്ങളിലും യോജിക്കാൻ പറ്റില്ല. യോജിക്കാൻ പറ്റുന്ന നിലപാടുകളിൽ യോജിക്കണം. ഒരാളോട് ചില ആശയങ്ങളുമായി വിയോജിപ്പുണ്ടെന്ന് കരുതി അവര് പറയണത് എല്ലാം കണ്ണടച്ച് കാടടച്ച് വെടിവെക്കുന്ന ഒരു രീതി എനിക്കില്ല. നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന മേഖലകൾ പിന്തുണ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകണം. നമുക്ക് യോജിക്കാൻ പറ്റാത്ത മേഖലകൾ മാത്രമേ വിയോജിക്കൂ. വനിതാ മുതൽ സംഘടിപ്പിച്ച ആളുകൾ ഇവിടെ പോയി. ആ സമയത്ത് നമ്മൾ അവരെ പിന്തുണച്ചില്ലേ? അതിവേഗം ബഹുദൂരം ഉമ്മൻചാണ്ടിയുടെ അതിനെ പിന്തുണച്ചു. അപ്പൊ നമുക്ക് യോജിക്കാൻ പറ്റുന്ന മേഖലകളിൽ ആരുമായിട്ടാണെങ്കിലും യോജിച്ച് തന്നെ മുന്നോട്ട് പോകാൻ പറ്റണം. ഫസൽ ഗഫൂർ പറഞ്ഞു, ഡോക്ടർക്ക് രോഗിയെ തിരിച്ചറിയാൻ കഴിയണം, രോഗിക്ക് ഡോക്ടറിനെ തിരിച്ചറിയാൻ കഴിയണം, അധ്യാപകന് വിദ്യാർത്ഥിയെയും വിദ്യാർത്ഥിക്ക് അധ്യാപകനെയും തിരിച്ചറിയാൻ കഴിയണം. അതാണ് വിദ്യാഭ്യാസ സമ്പ്രദായം. അധ്യാപകന്റെ മുഖത്ത് നിന്ന് കാര്യങ്ങൾ ഗണിച്ചെടുക്കാൻ സാധിക്കണം ഒരു വിദ്യാർത്ഥിക്ക്. ഇവിടെ എങ്ങനെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലും ഹിന്ദു മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിന് വെള്ളവും വളവും ഇട്ടുകൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു സംഘടിതമായ വിഭാഗം നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നു. അവരാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നമസ്കരിക്കാൻ സൗകര്യം ഒരുക്കണമെന്ന് പറഞ്ഞ് വിവരമില്ലാത്ത കുറച്ച് പൈതലുകളുടെ കൈകളിലേക്ക് മുദ്രാവാക്യവും മുഷ്ടി ചുരുട്ടിയുള്ള മുദ്രാവാക്യ പ്രകടനങ്ങൾക്ക് വേണ്ടുന്ന വീര്യവും നിറച്ച് അവരെ കോളേജ് ക്യാമ്പസിലേക്ക് തള്ളിവിട്ടത്. പുറത്ത് പള്ളിയുണ്ട് റെഡിയായിട്ട്, നമസ്കാര സ്ഥലത്തിന് വേണ്ടിയാണത്രേ ഇവര് സമരം ചെയ്യുന്നത്. അതിന്റെ ചുറ്റളവിൽ തന്നെ 3ഓളം പള്ളികളുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിലെ വാർത്തകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അതെന്തേ ആ പള്ളികളിൽ തന്നെ നിങ്ങൾക്ക് പോകാൻ സമരം ചെയ്തൂടെ? മുസ്ലിം മേഖലകളിലുള്ള ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലേക്ക് മുസ്ലിങ്ങൾ ഇരച്ചു കയറുകയും അവിടെ ആ സ്ഥാപനം ഒരു മതസ്ഥാപനമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ ഒരു രീതി ഉണ്ടല്ലോ, ഇത് തുടക്കത്തിൽ തന്നെ അധികാരികൾ മനസ്സിലാക്കണം. ഞാനിവിടെ കോഴിക്കോട് വെസ്റ്റ് ഹിൽ എന്ന് പറയുന്ന സ്ഥലത്ത് സെന്റ് മൈക്കിൾസ് എന്നും പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ഈ സ്ഥാപനം ഗേൾസ് സ്ഥാപനം. അത് സ്കൂള്, അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അവിടെ പോയ ഉടനെ തന്നെ അവർക്ക് എന്നെ അറിയാം, എന്നാലും അവർ ആദ്യം പറഞ്ഞു ഇനിയും ഇസ്ലാമിക വേഷം വേണമെന്ന് പറഞ്ഞിട്ട് സമരം ചെയ്യാനൊന്നും പറ്റില്ല, ഇതിനകത്ത് ഇസ്ലാമിക വേഷം അനുവദിക്കില്ല. അപ്പോൾ ഞാനവരെ നോക്കി, അപ്പോൾ അവരെൻ്റെ മോളെ നോക്കി. ഞങ്ങളങ്ങനെ അപ്പിക്കുപ്പായോട്ടുകൊണ്ട് നടക്കുന്നവരല്ലല്ലോ. അല്ല, നിങ്ങളോടല്ല പറഞ്ഞു. നോക്കുമ്പോൾ 3 പേരൻസ് അവിടെയുണ്ട്. 3 പേരൻസ് ഉണ്ട്, ഒക്കെ അപ്പിക്കുപ്പായക്കാരാണ്, ഹിജാബും ഒക്കെ ഇട്ടുന്നത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, എല്ലാവരോടും കൂടിയാണ് ഈ പറയുന്നത്. ശരി. അപ്പോൾ ഈ 3 കുട്ടികളും ഹിജാബ് അങ്ങ് അഴിച്ചു വെച്ചു. ഈ കോളേജിൽ ഒരു അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി അവര് മതത്തെ തൽക്കാലം ആ സ്ഥാപനത്തിൽ പടിയടച്ച് പിണ്ടം വയ്ക്കാൻ തയ്യാറാണ്. എങ്ങനെയെങ്കിലും ഇതിനകത്ത് കയറിക്കൂടണമല്ലോ. അഭയാർത്ഥികൾ ജർമ്മനിയിലും സ്വീഡനിലും നോർവേയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ കാണിച്ചു കൂട്ടുന്നത് പോലെ തന്നെ തൽക്കാലം ഞങ്ങൾക്കൊന്നും ഇതിനകത്ത് കയറിയാൽ മതി, അത് കഴിഞ്ഞിട്ടല്ലേ ഞങ്ങളുടെ മതനിയമം ഇവിടെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കേണ്ടു.
മനസ്സിലായോ? അതുകൊണ്ട് ഓരോ സ്ഥാപനവും റെഡിമെയ്ഡ് ആയിട്ട് ഇവരോട് പറഞ്ഞു വെക്കുവാണ്, അതെ ഇന്ന ഇന്ന നിയമമാണ് ഈ സ്ഥാപനത്തിനുള്ളത്. ഇന്ന ഇന്ന നിയമങ്ങളാണുള്ളത്. ഈ നിയമങ്ങൾ പാലിക്കാമെങ്കിൽ മാത്രം ഈ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അതല്ലെങ്കിൽ എത്ര എത്ര ഇസ്ലാമിക സ്ഥാപനങ്ങളുണ്ട്, അതിലേക്ക് പോയാ പോരെ? എമ്പാടും ഇസ്ലാമിക സ്ഥാപനങ്ങളുണ്ട് ഇവിടെ. ആ ഇസ്ലാമിക സ്ഥാപനത്തിൽ പോയി ഇവർക്ക് പഠിച്ചാ മതി. ആ ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ ഇവർക്ക് ഇവരുടെ നിയമം പറ്റുമോ? ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞുതരാം. ഞാൻ പഠിച്ചത് ജാമിയ നദവി അറബി കോളേജിലാണ്, മഞ്ചേരി ഇടവണ്ണ. ട്രെയിനിങ് കോളേജ് ഉണ്ട്, BEd കോളേജ് ഉണ്ട്, തഹ്ഫീമുൽ ഖുർആനിന്റെ കോഴ്സ് ഉണ്ട്, തഹസിസുൽ ഹദീസിന്റെ കോഴ്സ് ഉണ്ട്, സ്കൂളുണ്ട്, ബോർഡിംഗ് ഉണ്ട്, ട്രെയിനിങ് കോളേജ് ഉണ്ട്, അറബി കോളേജ് ഉണ്ട്. അറബി കോളേജിലും തഹ്ഫീമുൽ ഖുർആനിന്റെ കോഴ്സ്, ഇതെല്ലാം ഉണ്ട്. ആ കോളേജില് കുറച്ച് കുട്ടികള് മുഖം മറച്ച് വരണം എന്ന് അവര് ശഠിച്ചു. കോളേജുകാർ പറഞ്ഞു, അതിന് പുറത്തുനിന്ന് മുഖം മറയ്ക്കുന്ന ഒരു രീതി ഇവിടെ വേണ്ട. ശരിയെന്നാ, മുഖം മറയ്ക്കുന്നില്ല, ഇതങ്ങ് ഊരി വെച്ചിട്ട് ഒരു കോളേജിൽ പഠിക്കാമെന്ന് എന്തേ സമരം ചെയ്യാത്തത്? ഞങ്ങൾക്ക് ഈ കോളേജിൽ മുഖം മറച്ച് പഠിക്കാൻ വരണമെന്ന് പറഞ്ഞ് അവിടെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനോ മാധ്യമ പ്രവർത്തകരെ വിളിച്ചു കൂട്ടാനോ ലൈവ് ഇടാനോ അവരെന്തുകൊണ്ടാണ് തയ്യാറാകാത്തത്? നടക്കില്ല. ഇവർക്ക് ഇവരുടെ ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലാകുമ്പോൾ ഇവർക്ക് ഒരുപാട് പിന്തുണ ലഭിക്കും. ഇവരെ പിന്താങ്ങാൻ എമ്പാടും ആളുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് അല്ലെങ്കിൽ MESന്റെ സ്ഥാപകനായ ചെയർമാനായ ഫസൽ ഗഫൂറിന്റെ വീട്ടുമുറ്റത്ത് ഒരു റീത്ത് വയ്ക്കാൻ ഇവർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാ? ഞങ്ങൾക്ക് നിക്കാബ് ധരിക്കണം. എന്തുകൊണ്ടാണ് ഇവർ നിർമ്മല കോളേജ് പ്രിൻസിപ്പളായ ഫാദർ കുര്യാക്കോസിന്റെ വീട്ടുമുറ്റത്ത് റീത്ത് വെച്ചിട്ട് മാധ്യമങ്ങളെ അറിയിക്കുവാണ്, ദാ ഇങ്ങനെ ഞങ്ങൾ റീത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ, ഞങ്ങള് ഫാദർ കുര്യാക്കോസിന് പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇപ്പൊ ഇവർക്ക് കോളേജിൽ നമസ്കരിക്കാൻ ഒരു മുറി മാത്രം മതി. ഇന്നലെ നടന്ന സംഭവമാണല്ലോ ഇതൊക്കെ. ഇവർ പഠിക്കാനാണോ കോളേജിൽ വരുന്നത്? ആണോ? ഓപ്പറേഷൻ തിയേറ്ററിനകത്തു വരെ ഇവർക്ക് മതം വേണമെന്ന് പറഞ്ഞു. ഒരു മനുഷ്യനെ ഓപ്പറേഷൻ ചെയ്യാൻ കിടത്തിയിരിക്കുന്നു. കത്തി വയ്ക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ നമസ്കരിക്കാൻ ബാങ്ക് വിളിക്കുന്നതെങ്കിൽ ഇവരാ കത്തിയും ഇട്ടിട്ട് അപ്പിക്കുപ്പായക്കാരും നമസ്കരിക്കാൻ പോകത്തില്ലേ? ഇവര് പഠിച്ചിട്ട് എന്തിനാ? ആരെ സേവിക്കാനാ? വിദ്യാഭ്യാസവും വിവരവും രണ്ടും രണ്ടാണ്. വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതി വിവരമുണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. വിവരമുള്ള ആളുകൾ കോളേജിൽ നിന്ന് MAയും BEdും PGയും ഒക്കെ എടുത്തവരാണ് എന്ന് നമുക്ക് വിചാരിക്കാനും വയ്യ. രണ്ടും രണ്ട് തലങ്ങളാണ്. വിദ്യാഭ്യാസം സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കും, വിവരം സ്വയം ആർജിച്ചെടുക്കേണ്ടതാണ്. സ്വയം ആർജിച്ചെടുക്കണം വിദ്യാഭ്യാസം. ഇത് രണ്ടും പരസ്പരം കണക്റ്റഡ് ആണ്. ഒന്നില്ലെങ്കിൽ കാര്യമില്ല. അതുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് വരെ മതം വേണമെന്ന് ഇവര് പഠിച്ചിട്ട് എന്താ കാര്യം? ഇവർക്ക് വീട്ടിലിരുന്നാ പോരെ? പേറിയന്ത്രമായി, കൃഷിയിടമായി, ഇവർക്ക് വീട്ടിലിരുന്നാ മതി. ഇത്തരക്കാർ ഇവരെന്തോ പാച്ചാനാ കോളേജിൽ വരുന്നത്? ഇവര് പാച്ചിട്ട് എന്തിനാ? ഇവരെന്തിനാ സയൻസും ശാസ്ത്രവും പഠിക്കാൻ വരുന്നത്? ഇവരെന്തിനാ ചരിത്രം പാച്ചുന്നത്? ശാസ്ത്രബോധത്തോടെയും യുക്തി ചിന്തയോടെയും ദീർഘവീക്ഷണത്തോടെ ആനുകാലികമായി ചിന്തിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ടോ? അവരുടെയും അവരുടെ തലമുറകളുടെയും മനുഷ്യവംശത്തിന്റെയും പുരോഗതി ഇവർക്കറിയാമോ? അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയാണോ ഇവർ വിദ്യ അഭ്യസിക്കുന്നത്? സ്വന്തം സമുദായത്തെ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയാണോ ഇവരുടെ വിദ്യാഭ്യാസം? മരണാനന്തര സ്വർഗത്തിൽ
മാറിടം തുടുത്ത 72 ഹൂറികൾക്കു വേണ്ടിയും മദ്യപ്പുഴയിൽ നീന്തി തുടിക്കുന്നതിനു വേണ്ടിയും മദ്യം കുടിച്ച് ചത്തൊടുങ്ങുന്നതിനു വേണ്ടിയും പൊരിച്ച മീനിന്റെ കരളും കട്ടിത്തേനും സ്പൈസിയായ കരള് കട്ടിത്തേനിൽ മുക്കി തിന്നുന്നതിനു വേണ്ടിയും സഹജീവികളുടെ കഴുത്ത് വെട്ടാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഈ വിഭാഗം ആധുനിക കാലത്ത് എന്ത് ആശയമാണ് ജനങ്ങൾക്ക് നൽകുന്നത്? എന്ത് സന്ദേശമാണ് ഇവർക്ക് നൽകാനുള്ളത്? മരണശേഷമുള്ള സ്വപ്ന സുഖങ്ങൾ കണ്ടിട്ട് ആ വ്യാമോഹങ്ങളിൽ പെട്ടുപോയിട്ടാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇവരെന്തിനാണ് ആധുനിക കാലഘട്ടത്തിലെ സയൻസ് കോളേജുകളിലേക്ക് പോകുന്നത്? വല മത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പോയി 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന അസംബന്ധങ്ങളും മനുഷ്യത്വ വിരുദ്ധവും സ്ത്രീ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും മതേതരത്വ വിരുദ്ധവും ദേശീയ വിരുദ്ധവുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് വീട്ടിലിരുന്നാ പോരെ? എന്നിട്ട് അപ്പിക്കുപ്പായക്കാരികളായാ പോരെ? റഹ്മത്തുള്ള കാസ്മി മൂത്തേടത്തിന്റെ വാക്കുകൾ കടമെടുത്താൽ കറുത്ത തുണിയിട്ട പോത്തെ നീയൊക്കെ വീട്ടിലിരുന്നാ മതി, നിന്നെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. നീയൊന്നും മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കാനായിട്ടില്ല, നിന്നെയൊക്കെ ഞങ്ങൾ മര്യാദ പഠിപ്പിക്കും. വീട്ടിലിരുന്ന് മര്യാദയ്ക്ക് കുട്ടികൾക്ക് അബ്നുൻ ഇബ്നുൻ അതൊക്കെ പഠിപ്പിച്ച് വീട്ടിലിരുന്നോടി നീയൊക്കെ. അവർക്ക് പോലും ഇത്രയും വെളിവ് വെച്ചു ഇതൊന്ന് തുറന്നു പറയാൻ. ഈ നൂറ്റാണ്ടിലെ ഇളം തലമുറയെ ഇത്തരം അസംബന്ധങ്ങൾക്കായി, ഇത്തരം ജനാധിപത്യ വിരുദ്ധതകൾക്കായി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഫൗണ്ടർ ഹെഡുമാർ വേറെയുണ്ട്. അവർ ഒന്നാമത് അധപ്പതിച്ചു. ഇനി വരുന്ന യുവതലമുറയെ കൂടി മതപരമായി അധപ്പതിപ്പിക്കുന്നത് കാണുമ്പോൾ വിഷമമുണ്ട്. മനസ്സിൽ തട്ടിയാണ് പറയുന്നത്. പ്രയാസമുള്ളത് കൊണ്ടാണ് ഈ രൂപത്തിൽ പ്രതികരിക്കേണ്ടി വരുന്നത്. വളർന്നു വരുന്ന യുവതലമുറയുടെ വിദ്യാഭ്യാസത്തോട് പരിഹാസം തോന്നുവാണ്, സഹതാപം തോന്നുവാണ്. എല്ലാ വിജ്ഞാനങ്ങളും ഇന്ന് വിരൽ തുമ്പിലുണ്ട്. വിരൽ തുമ്പിലുണ്ടാകുന്ന വിജ്ഞാന സാഗരം ആൻഡ്രോയിഡ് ഫോണുകളില് ഇതൊക്കെ പോക്കറ്റിലിട്ട് നടക്കുന്ന ഈ ചെറുപ്പക്കാരികൾ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര കഥകളിലെ സെക്സിനു വേണ്ടി മാത്രമാണോ നിലകൊള്ളുന്നത് എന്ന് ചിന്തിച്ചു പോകുക. ആശങ്കയുണ്ട്. വളരെ ചെറിയ പ്രായത്തിലെ തന്നെ മസ്തിഷ്കം മരവിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇവരുടേത്. ഇത് വളരെ ചെറിയ പ്രായം മുതൽ ഇവര് പഠിക്കുന്ന മതവിദ്യാഭ്യാസം, മദ്രസ വിദ്യാഭ്യാസമാണ് ഇതിന് കാരണം. ആ മദ്രസകളിലൂടെ ഇവർക്ക് ലഭിക്കുന്ന മതം എന്ന ഭീകരത, സ്വപ്നം എന്ന സ്വർഗം എന്ന ഒരു സ്വപ്നം, ഇതൊക്കെയാണ് ഇവരെ ഈ രൂപത്തിലാക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കി ഒരു വിഭാഗം മതപണ്ഡിതന്മാർ വനിതകൾക്ക് വീട്ടിലിരുന്ന് ദർസ് പഠിച്ച് മതബിരുദം നേടാം എന്ന് പറഞ്ഞൊരു കോഴ്സുമായിട്ട് വന്നിട്ടുണ്ട്. എന്താണ്? റാബിയത്തുൽ അദവിയ വുമൻസ് ഡേഴ്സ്, അങ്ങനെയാണ് ആ കോഴ്സിന്റെ പേര്. മതപണ്ഡിതയാകാൻ അവസരങ്ങളുടെ പുതിയ വാതിലുകൾ അതിലൂടെ തുറക്കുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. റാബിയത്തുൽ അദവിയ ദർസുന്നിസ, ഇസ്ലാമിക അറിവുകളുടെ വിവിധ ശാഖകൾ ആഴത്തിൽ അറിയാനും പഠിക്കാനും ഈ കോഴ്സ് സഹായിക്കുന്നു എന്നാണ്. കാരണം 6-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഈ സ്ത്രീ വിരുദ്ധതകൾ പഠിച്ചാൽ മതി ഇവര്. ദുബൈ രാജ്ഞി കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നു. 17 കുതിരകളുണ്ട് അവർക്ക്. ഭർത്താവിനെ ഓൺലൈൻ വഴി, ഇൻസ്റ്റഗ്രാം വഴി പ്രിയപ്പെട്ട ഭർത്താവെ അങ്ങ് തിരക്കായതുകൊണ്ട് അറിഞ്ഞിട്ടുണ്ടാകില്ല. നമ്മളുടെ വിവാഹമോചനം ഞാനിതാ അറിയിക്കുന്നു. ഞാൻ താങ്കളെ വിവാഹമോചനം ചെയ്തിരിക്കുന്നു, ഞാൻ താങ്കളെ വിവാഹമോചനം ചെയ്തിരിക്കുന്നു, ഞാൻ താങ്കളെ വിവാഹമോചനം ചെയ്തിരിക്കുന്നു. കൂളായിട്ടിത് സോഷ്യൽ മീഡിയയിലൂടെ അങ്ങ് അറിയിച്ചു. എന്തുകൊണ്ട് സ്ത്രീകൾക്കും അത് പറ്റില്ല എന്ന് തെളിയിച്ച സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ ചെയ്യേണ്ടത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ദാറുന്നിസ. വീട്ടിലിരുന്ന് പഠിച്ചോ. 6-ാം നൂറ്റാണ്ടിന്റെ പുസ്തകം പഠിച്ചിട്ട് അതിനകത്തെ കുത്തും കോമയും ഒക്കെ ജീവിതത്തിൽ അങ്ങ് പകർത്തിക്കോ. പാരമ്പര്യമായ ദർസി പഠനത്തിന്റെ മാതൃകയിലും മറ്റുമാണ് ഈ പഠനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉയർന്ന ഇസ്ലാമിക പഠനമല്ലേ നിങ്ങൾക്ക് വേണ്ടത്?
6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകമല്ലേ നിങ്ങൾക്ക് പഠിക്കേണ്ടത്? നിങ്ങൾ അത് പഠിക്കുന്നതാണ് നല്ലത്. അതല്ലാതെ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള സർജനൊന്നുമായിട്ട് ഒരു കാര്യവുമില്ല നിങ്ങൾ. കാരണം അത് പഠിച്ചിരുന്നാലും ശരി, നിങ്ങളുടെ തലച്ചോറിലുള്ളത് മതമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, വിദ്യാഭ്യാസമില്ലാത്ത അന്ധവിശ്വാസികളെക്കാൾ അപകടകാരികളാണ് വിദ്യാഭ്യാസമുള്ള അന്ധവിശ്വാസികൾ. നമുക്കിപ്പൊ മനസ്സിലായില്ലേ? വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ നമുക്ക് സമാധാനിക്കാം, അയ്യോ അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ്, പോട്ടെ. വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് വിവരമില്ല, പോട്ടെ, സാരമില്ല. നിങ്ങൾക്കറിയാമോ, റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തി കണ്ണൂർക്കാരനാണെന്നാ തോന്നുന്നത്. അയാൾ ഐസിസിലേക്ക് പോയി, ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കാൻ. എന്നിട്ട് അവിടെ നിന്ന് അയാൾ ഇങ്ങോട്ട് കുറെ വോയിസ് സന്ദേശങ്ങൾ അയച്ചു. നിങ്ങൾ കാഫിറുകളുടെ ആഘോഷങ്ങളിലേക്ക് കയറി ചെന്ന് പൊട്ടിത്തെറിക്കണം, അവരെ കൊല്ലണം, ട്രക്കുകളിൽ തള്ളിയിടണം, ട്രെയിന് പാളം തെറ്റിക്കണം, അങ്ങനെ കുംഭമേളകളിലും മറ്റുമൊക്കെ കയറി ചെന്ന് കുറേ കാഫിറുകളെ ഇല്ലായ്മ ചെയ്യലാണ് നമ്മുടെ ദൗത്യം. ഒരു പിസ്റ്റൾ കിട്ടുമെങ്കിൽ എടുക്കണം, ഒരു കത്തി കിട്ടുമെങ്കിൽ എടുക്കണം, കാഫിറുകളെ ഉന്മൂലനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വോയിസുകൾ അയച്ചു. അയാള് നമ്മുടെ എം അക്ബറിന്റെ പീസ് സ്കൂളില് പ്രൊഫസർമാർക്ക് ക്ലസ്റ്റർ നൽകുന്ന വ്യക്തിയായിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ? ആണോ? സാക്കിർ നായിക്ക് പഠിച്ച MBBS ഡോക്ടറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ MBBS ഡോക്ടർ ആയിട്ടിരുന്നാൽ അയാൾക്ക് ഇത്രയും പോപ്പുലാരിറ്റിയും കിട്ടില്ല, പണവും കിട്ടില്ല. എത്ര ഉണ്ടാക്കി? ഈ മതപുരോഹിതന്മാരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന പണത്തിന്റെ സോഴ്സ് ഇവരൊന്ന് എടുക്കട്ടെ. അതുകൊണ്ടാ പറയുന്നത്, വിദ്യാഭ്യാസമില്ലാത്ത അന്ധവിശ്വാസികളെക്കാൾ വളരെ അപകടകാരികളാണ് വിദ്യാഭ്യാസമുള്ള അന്ധവിശ്വാസികൾ. അപ്പിക്കുപ്പായം നമ്മൾ പണ്ട് ഉമ്മാക്കി വരുന്നു, 5 കണ്ണം വരുന്നു എന്നൊക്കെ പേടിപ്പിച്ചിട്ടാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക. ഇവർക്കിന്ന് ഈ 5 കണ്ണന്റെയും ഈ മറുതകളുടെയും ഒക്കെ വേഷമിട്ട് ഓപ്പറേഷൻ തിയേറ്റർ വരെ എത്തിയിട്ടുണ്ട് ഇവര്. ഇനി ഞങ്ങൾക്ക് പർദ്ദയിട്ട് പ്രസവിക്കണമെന്ന് പറയും. പർദ്ദയിട്ട മുസ്ലിം വനിതാ ഡോക്ടർമാർ മാത്രം ഞങ്ങളുടെ പ്രസവം എടുത്താൽ മതി എന്ന് പറഞ്ഞ് ഉടനെ തന്നെ ഈ സഞ്ചരിക്കുന്ന ശ്മശാനങ്ങൾ പ്രക്ഷോഭത്തിനിറങ്ങും. 6 വയസ്സുള്ള LKG കുട്ടികൾ, UKG കുട്ടികൾ പൊതുനിരത്തിലിറങ്ങി വിവാഹത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യും. ഞങ്ങളുടെ ഉമ്മയായ ആയിഷ വിവാഹിതയായത് 6 വയസ്സിലാണ്. അതുകൊണ്ട് 6ാമത്തെ വയസ്സിൽ വിവാഹിതരാകാനുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സമരത്തിനിറങ്ങും. അതൊന്നും വിദൂരമല്ല കേട്ടോ, അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളാണെന്നാണ് ഈ പറയുന്നത്. ഇവരെ ഈ പെണ്ണുങ്ങള് മതമനുസരിച്ചിട്ടാണോ ശവം കുത്തിക്കീറുന്ന ഹറാമായ പഠനത്തിന് പോയത്? കൽക്കട്ടയിൽ മെഡിക്കൽ കോളേജ് വന്ന സമയത്ത് ആലോചിക്കണം നമ്മൾ ഇതൊക്കെ. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അവിടെ മക്കൾക്ക് ഒരു അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി നടന്ന് ചെരുപ്പ് തേഞ്ഞുകൊണ്ടിരുന്നപ്പോ ഇവിടെ പള്ളി മെമ്പറുകളിൽ ഉസ്താദുമാര് വിളിച്ചു പറയാ, ശവം കുത്തിക്കീറുന്ന പഠനത്തിന് മുസ്ലിം സ്ത്രീകൾ പോകരുത്, മുസ്ലിം പെൺകുട്ടികളെ അയക്കരുത്. അവരിന്ന് പറയാ മുസ്ലിം ഡോക്ടറെ കണ്ടാ മതി, മുസ്ലിം വനിതാ ഡോക്ടറെ കണ്ടാ മതി പ്രസവ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക്. അല്ല, 6ാമത്തെ വയസ്സിൽ തന്നെ കെട്ടിച്ചു വിട്ടാൽ എങ്ങനെയാ ഇവര് പഠിച്ച് ഡോക്ടറാകുക ഉസ്താദേ എന്ന് ചോദിക്കാൻ ഒരാൾക്കും ധൈര്യം വന്നില്ല. ശവം കുത്തിക്കീറുന്നത് ഹറാമായ പഠനമല്ലേ? ആ കുത്തിക്കീറാനുള്ള ശവം ആര് കൊടുക്കണം? മതമില്ലാത്തവര് കൊടുക്കണം. അവയവദാനം ഇൻകമിങ് ഓക്കെ, ഏവൻ്റെതും എന്ത് നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ അവയവം കൊണ്ടൊന്നും അത്ര സുഖത്തിൽ അവര് ജീവിക്കണ്ട. ഇവർക്ക് മദ്രസയിൽ ഇരുന്നാ പോരെ, ഇവർക്ക് മതം പഠിച്ചാ പോരെ, മതപഠനശാലകളിൽ പോയാ പോരെ. ഇവര് ഒരു പൊതുശല്യമായി മാറുന്നത് കൊണ്ടാണ് നമുക്ക് ഈ രൂപത്തിൽ പ്രതികരിക്കേണ്ടി വരുന്നത്. വിഷമമുണ്ട്. മുസ്ലിം സമൂഹത്തിന്റെ ശോചനീയമായ അവസ്ഥകൾ മനസ്സിലാക്കുമ്പോൾ അതീവ പ്രയാസമുണ്ട്. നല്ല പ്രയാസമുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്. ഇവർക്ക് 6ാം നൂറ്റാണ്ടിന്റെ മതമാണ് വേണ്ടതെങ്കിൽ ഇവരെ മതസ്ഥാപനങ്ങളിൽ പോയി പഠിച്ചാൽ മതി. ആ മതസ്ഥാപനങ്ങളിലെ വിദ്യാഭ്യാസം മതി ഇവർക്ക്. 6ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അത് പഠിച്ചാൽ മതി.
ഇവരെ വിവാഹമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലേ? വിവാഹ ബന്ധവുമായിട്ട് ഇവരെ ഭാര്യയാക്കാൻ താല്പര്യമില്ലേ? ഏതെങ്കിലും ഒരു ബന്ധു വീട്ടിൽ കൊണ്ടുവിട്ടോ? അതെ, ഞാൻ ഇവളെ തൊലാക്കി എത്തിയിട്ടുണ്ട്, നിങ്ങൾ അങ്ങ് പറഞ്ഞേരെ, അത്രയും മതി. അതാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥപ്രകാരമുള്ള നിയമം. ഇനി അവൾക്ക് എന്തെങ്കിലും ഒരു ആശുപത്രി കേസ് വന്നാൽ അവൾക്ക് വേണ്ടിയിട്ട് ഒരു നാണയം പോലും ചെലവഴിക്കേണ്ടതില്ല. മുഹമ്മദ് ഉനൈസെ, ഉമ്മാക്ക് അതാണോടാ ജോലി? ഉമ്മ ആണോ ബോംബെയിലെ റെഡ് സ്ട്രീറ്റ് നിയന്ത്രിക്കുന്നത്? അങ്ങനെ ഉണ്ടായ ആളാണോ നീ? ആണോ? ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴേ ഇവർക്ക് അപ്പോഴും ഈ ഒരു, പിന്നെ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. മദ്രസ തലം മുതൽ ഇവര് പഠിക്കുന്നത് ഈ ഹൂറികളെ സംബന്ധിച്ചും ഹൂറികളുടെ സ്ഥാനത്തെ സംബന്ധിച്ചും യോനിയെ സംബന്ധിച്ചും അവരുടെ ശരീരത്തിന്റെ വർണ്ണനകളെ കുറിച്ചിട്ടൊക്കെയാണ് മതകിതാബുകളിൽ ഉള്ളത്. അപ്പോ അത് പഠിച്ച് അതിനുവേണ്ടി മാത്രം സ്വപ്നം കണ്ട് ജീവിതം മുന്നോട്ട് വെക്കുന്ന ആളുകൾ, എന്ത് ചെയ്താലും എൻ്റെ ഹൂറി എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ആര് കണ്ടാലും ലൈംഗിക ചിന്തയെ ഉണ്ടാകൂ. അത് നിന്റെ കുറ്റമല്ല കോയ, അത് നിന്റെ കുഴപ്പമല്ല കോയ, നബിയുടെ കുഴപ്പമാണ്. പ്രവാചകൻ മുന്നോട്ട് വെച്ച ഇസ്ലാമിക ആശയത്തിന്റെ കുഴപ്പമാണ്. അപ്പൊ നമുക്കാകെ ഈ ഒരു ചിന്തയേ ഉള്ളൂ. ഉമ്മയായാലും സാരമില്ല, പെങ്ങളായാലും സാരമില്ല, ഇനി മകളെ കൊണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവർ തയ്യാറാണ്. ഇവർക്ക് ഇവരുടെ ലൈംഗിക വൈകൃതങ്ങള് ഒന്ന് വർക്കൗട്ടാക്കി കിട്ടിയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, 6-ാം നൂറ്റാണ്ടിന്റെ ഈ രീതികൾ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഇവർക്ക് ആ കിതാബും പഠിച്ചിട്ട് വീട്ടിലിരുന്നാ പോരേ എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. സുഫിയാൻ ആദ്യം ഒരു കാര്യം ചെയ്യും, മത കിതാബുകളൊക്കെ ഒന്ന് പഠിച്ചിട്ട് വാടാച്ചല്ലേ. ഈ സുഫിയാൻ ഏത് കിതാബിലാ? ഖുർആനിലുണ്ടറാ, ഹദീസിലുണ്ടറാ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുണ്ടറാ? നിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് കാണിക്കണോ? അഡ്രസ് ഇടറാ, ഞാൻ ഈ കിതാബുകളൊക്കെ നിന്റെ വീട്ടിലേക്ക് അങ്ങ് അയച്ചു തരാം. ഒന്നാമത്തെ കാര്യം ഇവർക്ക് അറിയില്ല മത കിതാബുകളിൽ എന്താണുള്ളത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വിമർശിക്കുന്നത് എന്നറിയില്ല. അപ്പൊ പറയാനുള്ളത് ഇതാണ്, നിർമ്മല കോളേജ് പ്രിൻസിപ്പളായ ഫാദർ ഡോക്ടർ കുര്യാക്കോസ്, അദ്ദേഹത്തിന് ശരിക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൂടെ നിൽക്കണം. ജോസഫ് മാഷിന്റെ വിഷയത്തിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി വേട്ടക്കാർക്ക് കയ്യും കാലും വെട്ടാൻ വിട്ടുകൊടുത്തതുപോലെ ഇനിയും ഒരു ജോസഫ് മാഷിനെ കൂടി, ഇനി ഒരു പാലാ ബിഷപ്പിനെ കൂടി, ഇനി ഒരു ആന്റണി അച്ഛനെ കൂടി വിട്ടുകൊടുക്കാതിരിക്കണമെങ്കിൽ നമ്മള് കൃത്യമായി നിലനിന്നേ മതിയാകൂ അദ്ദേഹത്തോടൊപ്പം. നമസ്കരിക്കാൻ സ്ഥലം തരാൻ പറ്റില്ല. ഇതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിന് അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് മുമ്പിൽ വീറോടെ ആ സ്ഥാപനത്തിന്റെ നിയമങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിന്ന ഫാദർ കുര്യാക്കോസിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു, ഐക്യദാർഢ്യവും പിന്തുണയും അറിയിക്കുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു ലൈവിൽ കാണാം. നന്ദി. ആരോ എൻ്റെ ഭർത്താവിനെ കാണാൻ വേണ്ടിയിട്ട് വല്ലാതെ മുട്ടി നിൽക്കുന്നുണ്ടല്ലോ. നൗഷാദ്, നിന്റെ ഉമ്മയുടെ ഭർത്താവ് ആരാന്ന് പോയി നോക്കടാ. ആ ഭർത്താവിന്റെ കുട്ടി തന്നെയാണോ നീ എന്ന് ആലോചിക്കുന്നിട്ട് പോരെ. നൗഷാദ് കേസയ്ക്ക് എന്താടാ കാണേണ്ടത്? ഡിവോഴ്സ് ചെയ്തോ? ആര്? നിന്റെ ഉമ്മയോ നിന്റെ വാപ്പായോ? നൗഷാദ്, നിന്റെ വാപ്പായാണോ ഡിവോഴ്സ് ചെയ്തത് നീ? കൊള്ളാലോ. തടിപട്ടിയോ? ആദ്യം പോയി മലയാള അക്ഷരത്തെറ്റില്ല അതൊന്ന് വായിച്ചു പഠിക്കടാ. അപ്പടാ എഴുതി പഠിക്കടാ. ചെൽ, അത് കഴിഞ്ഞിട്ട് വാ. നൗഷാദിന് മറുപടി കിട്ടിയില്ലേ? ദ പോൾ ഫോക്സ് നിനക്ക് മറുപടിയുമായിട്ട് വന്നിട്ടുണ്ട്. നോക്ക്, മുമ്പൊക്കെ ആയിരുന്നു ഞാനിങ്ങനെ മറുപടി പറയേണ്ടുന്ന ഒരു സാഹചര്യമുള്ളത്. ഇപ്പൊ എന്തായിരുന്നാലും അത്തരം ഒരു സാഹചര്യം ഇല്ല. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. നന്ദി.